بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി സൂക്ഷ്മതയോടുകൂടി ഉൾക്കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെന്ന് ആദ്യം സ്വന്തത്തോടും അതുപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 ഖുതുബയിൽ നമ്മൾ സംസാരിച്ചു വന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബിയെ ഓർത്തുകൊണ്ട് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സന്ദർഭമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവാചകനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നമ്മൾ ഈ വിഷയം തുടങ്ങി വെച്ചത്. നമുക്കറിയാം, ലോകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു പ്രവാചകനാണ്. പ്രവാചകന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയ്യുന്നാസി അശദ്ദു ബലാഅൻ, പ്രവാചകരെ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖാല അൽ അംബിയ, അത് അംബിയാക്കൾക്കാണ്. അപ്പൊ ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമി ലോകത്ത്, ഭൗതിക ലോകത്ത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് ഓരോ പ്രവാചകന്റെയും ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാൻ മാത്രമുള്ള കഥകളുണ്ട്. പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരായ ഒരു പ്രവാചകന്മാരുണ്ടായിട്ടില്ല. അപ്പൊ നമുക്കറിയാം, യൂസുഫ് നബിയെ ജയിലിൽ അടച്ചിട്ടുണ്ട്. മൂസാ നബിയും അതേ പ്രകാരം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ പരീക്ഷണങ്ങൾ നമുക്കറിയാം. ഏറുകൊണ്ട് പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി ഞെരിയാണിയിൽ നിന്ന് ചോര വാർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടേതും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞൊരു കാര്യം അത് 100% ഹക്കാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായത് അമ്പിയാക്കളാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അതുപോലെയുള്ള ആളുകൾക്കും, അഥവാ വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് പരീക്ഷണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. ഒരു പരീക്ഷണം നമുക്കില്ലേ, നമ്മുടെ ആളുകൾ പറയേണ്ട അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല കാലം വരെ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒന്ന് അള്ളാന്റെ നിയമത്താണ് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് നമ്മുടെ ഈമാനിൽ വലിയ തകരാറും സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. കാരണം നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമ്പിയാക്കൾക്ക് ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ പ്രവാചകൻ പറഞ്ഞത് ഫൽസുമ്മൽ അംസലു ഫൽ അംസലു, പിന്നീട് അതുപോലെയുള്ള ആളുകൾക്കും, ഏകദേശം ആ ഒരു കിടയിലേക്ക് വരുന്ന ആളുകൾക്ക്, സഹാബത്തിനൊക്കെ ഉണ്ടായത് നമുക്കറിയാം, തബഉ താബികൾക്ക് ഉണ്ടായത് നമുക്കറിയാം, മദ്ഹബിന്റെ 4 ഇമാമുകൾക്കും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലം ജയിലിലടക്കപ്പെട്ട മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എത്രത്തോളം നമുക്ക് ഈമാൻ കൂടുന്നോ അത്രത്തോളം പരീക്ഷണങ്ങളും കൂടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. മതത്തിന്റെ അല ഖദ്രി ദീനിഹിം, ദീനിന്റെ തോതനുസരിച്ചാണ് പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് നമുക്ക് അടുക്കും തോറും പരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി, ഒരു മനുഷ്യൻ പറഞ്ഞു, പ്രവാചകരെ,
ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാളോടും പ്രവാചകൻ പറഞ്ഞു, ഇതത്ര സുഖകരമായ കാര്യമൊന്നുമല്ല, നല്ലോണം ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗം ഓർക്കേണ്ടത് ഈ ഒരു ഹദീസാണ്. ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് അമ്പിയാക്കളാണ്. പിന്നീട് ആ അമ്പിയാക്കളെ പോലെയുള്ള ആളുകൾക്കാണ്. സുമ്മൽ അംസലു, പിന്നെ അതിൻ്റെ താഴെയുള്ള ആളുകൾക്കാണ്. അപ്പോ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അതിന് നമ്മൾ പരിഭവം പറയുകയോ കുറ്റപ്പെടുത്തുകയോ അതിൽ എന്തിനാണ് പടച്ചോൻ എന്നെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് പറയുകയല്ല വേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുമ്പോൾ ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്ന് അറിയാം, വഇദ്ഇബ്തല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാത്തിൻ. ഇബ്രാഹിം നബിയെ അള്ളാഹു ചില വാക്കുകൾ കൊണ്ട്, ചില കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു എന്നാ. ഇബ്തല, ഒരു പരീക്ഷണം നടത്തി നോക്കി ഇബ്രാഹിം നബിയെ. ആ പരീക്ഷണം എന്താ ഞാൻ പറയാം. എന്നിട്ട് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്, ഫഅതമ്മഹുന്ന. ആ പരീക്ഷണങ്ങളിലൊക്കെ ഇബ്രാഹിം നബി വിജയിച്ചു. അത് അദ്ദേഹം പൂർത്തിയാക്കിയെന്നാ പറഞ്ഞത്. അള്ളാഹ് ഏതെല്ലാം നിലയ്ക്ക് പരീക്ഷിച്ചോ ആ പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം വിജയിച്ചു. അപ്പോ അള്ളാഹ് പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. എങ്കിൽ ഇബ്രാഹിമെ, ഞാൻ താങ്കളെ ലോക ജനതക്കുള്ള നേതാവാക്കുകയാണ്. ജാഇലുക ലിന്നാസ്, അവിടെ ഇറാഖിലെ ആൾക്കാർക്ക് നല്ല പറഞ്ഞത്, മറിച്ച് ജനങ്ങൾക്കൊരു ഇമാമാക്കുകയാണ്. അതാണ് ഇബ്രാഹിം നബിയാണ് മനുഷ്യകുലത്തിന്റെ നേതാവ്. ഓരോ പ്രവാചകന്മാർക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ആദമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ മനുഷ്യരുടെ പിതാവ്, ഒന്നാമത്തെ വാപ്പ എന്നുള്ള ഒരു അപരനാമമുണ്ട്. മൂസാ നബിയെ പറ്റി പറയുമ്പോൾ അവിടെ കലീമുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ജനങ്ങളുടെ നേതാവ് എന്നാണ്. അപ്പോ ഈ പ്രവാചകന്മാരുടെയും വിശ്വാസികളുടെയും എല്ലാവരുടെയും നേതാവ് ഇബ്രാഹിം നബിയാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ജാഇലുക ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഈ ആയത്താണ് ഞാൻ നിങ്ങൾ ആദ്യം ഓതി കേൾപ്പിച്ചത്. അവിടെ പറഞ്ഞെന്താ, ജനങ്ങൾക്കൊരു ഇമാമാക്കുകയാണ് ഞാൻ നിന്നെ, നേതാവാക്കുകയാണ്. അപ്പൊ ഒരു നേതാവാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നല്ലൊരു വൈറ്റ് ടീഷർട്ടും അല്ല വൈറ്റ് ഷർട്ടും, വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ട് ഇട്ട് ഇസ്തിരി ചുളിയാത്ത കോളറും ഷർട്ടും അല്ല നേതാവാകാനുള്ള പിന്നെ മാനദണ്ഡം. മറിച്ചെന്താണ്, എത്രത്തോളം നാട്ടിലിറങ്ങി പണിയെടുക്കുന്നുണ്ടോ അവനെയാണ് അള്ളാഹു നേതാവാക്കിയിട്ടുള്ളത്. ആ ഇബ്രാഹിം നബി വീട്ടിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയ ദഅവത്ത് പ്രബോധനം, കൂടെ നിൽക്കാൻ, കട്ടക്ക് സപ്പോർട്ടായി നൽകാൻ ഒരാൾ പോലും ഇല്ലാതെ ഇബ്രാഹിം നബി വീട്ടിൽ നിന്ന് തുടങ്ങി, വാപ്പനോട് തുടങ്ങി, കുടുംബത്തിൽ നിന്ന് തുടങ്ങി, അവസാനം എവിടം വരെ എത്തി എന്ന് ചോദിച്ചാല് നമ്രൂദിന്റെ കൊട്ടാരത്തിൽ വരെ എത്തി. ഒരു രാജാവിന്റെ കൊട്ടാരത്തിലൊക്കെ ചെന്നിട്ട് ധൈര്യസമേതം തൗഹീദ് പറയാന്ന് പറഞ്ഞാൽ അത് ഇബ്രാഹിം നബിക്ക് കഴിയുള്ളൂ. അതിന് ഇബ്രാഹിം നബിക്ക് കിട്ടിയ സംഭവം എന്താ, വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. എന്താ നിങ്ങൾ അവിടെ ചെന്ന് വമ്പിച്ച വാഗ്വാദം, ആര്, നാട്ടിലെ ഭരണാധികാരിയും ഇബ്രാഹിമും തമ്മില്. ഇബ്രാഹിം നബിയുടെ ദഅവത്ത് നാട്ടിൽ ചർച്ചയായി. അവിടെ അവർ പറഞ്ഞു, ഒരുപാട് പറയുകയാണെങ്കിൽ 2 മാസം മുമ്പ് തുടങ്ങണം ഇബ്രാഹിം ചരിത്രം. നാട്ടിലുണ്ടായ സംഭവം നമുക്കറിയാം. ഒരു ഉത്സവത്തിന്റെ ദിവസം ഇബ്രാഹിം നബീനെ അവർ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് കെണിഞ്ഞു നോക്കി. ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനില്ല. അവനെ രസകരമായ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആ സംഭവങ്ങളിലൊക്കെ. ഇബ്രാഹിം നബി ആദ്യം സമ്മതിച്ചു, ഞാൻ പോരാന്ന്. അതൊക്കെ എന്താന്ന് വെച്ചാല് ഇബ്രാഹിം നബി ആ രംഗത്ത് സ്വീകരിച്ച ഒരു തന്ത്രമായിരുന്നു എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും സമാധാനമായി, ഇബ്രാഹിം നബി പോരാന്ന് പറഞ്ഞേക്കണം. നമ്മൾ സാധാരണ പ്രോഗ്രാമിൽ ഒരാളെ വിളിച്ച് ഒരിക്കലും പോരൂലെന്ന് വിചാരിച്ച ഒരാള് പറയണം, ആയിക്കോട്ടെ ഞാൻ പോരാന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉത്സവത്തിന് പോകുമ്പോ ഇബ്രാഹിം നബിയെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു മെനക്കെട്ട് നോക്കി. അവസാനം ഇബ്രാഹിം നബി പറഞ്ഞു, ഞാൻ പോരാ. ആ പോകാൻ നേരത്തെ ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനില്ല, എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ട്, കാലിന് ചെറിയ പ്രശ്നമുണ്ട്, നടക്കാൻ പ്രയാസമുണ്ട്,
എന്ന് പറഞ്ഞ് അപ്പോഴൊക്കെ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്, ഞാനേ നിങ്ങളെ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഒരു വിഗ്രഹങ്ങളുടെ ആരാധ്യ വസ്തുക്കളുടെ അതിന്റെ എത്രത്തോളം അതിന്റെ നിങ്ങളുടെ ബുദ്ധിയില്ലായ്മയെ ഞാൻ കാണിച്ചു തരാം എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു എന്നാ. മനസ്സിൽ പറഞ്ഞു, ഉറക്കെ പറഞ്ഞാൽ പോയല്ലോ, നിങ്ങളെല്ലാരും പോയിക്കോളി, ഞാൻ ഏതായാലും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങോട്ട് ആ സമയത്ത് ഇബ്രാഹിം നബി പറയുന്നുണ്ട്, എന്ത്, ഞാനൊരു തന്ത്രം ഇവിടെ പ്രയോഗിക്കും, ഇതുപോലെ കേക്ക് എന്തായാലും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ അവര് പോയി, നമുക്കറിയാം അവര് ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ, ഓരോ ആളുകളുടെയും പേരിൽ ഉണ്ടാക്കി വെക്കപ്പെട്ട വിഗ്രഹങ്ങളെ ഇബ്രാഹിം നബി ഓരോന്നോരോന്നായി തച്ചുടച്ച് ആ വലിയവന്റെ കഴുത്തിൽ മഴു തൂക്കിയിട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഖുർആനിലുണ്ട്. അങ്ങനെ വൈകുന്നേരം ഇവരൊക്കെ പാടെ തിരിച്ചു വന്നു. ഉത്സവം കഴിഞ്ഞ് വന്നു നോക്കുമ്പോ അവര് സുബൈക്ക് ആരാധിച്ചിരുന്ന ആരുടെ മുമ്പിലാണോ സാഷ്ടാംഗം ചെയ്തിരുന്നത് ആ വിഗ്രഹമൊക്കെ തലകുത്തി വീണ് കിടക്കുകയാണ്. ആ സമയത്ത് ആളുകൾക്കിടയിൽ ചർച്ചയായി, ഇത് ആരായിരിക്കും ഈ പരിപാടി ചെയ്തത്? ഇബ്രാഹിം നബി പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ വിളിച്ച് നിങ്ങളെ ആവശ്യങ്ങളൊക്കെ പറയുന്ന വ്യക്തിയാണല്ലോ നിൽക്കണത്, അയാളെ കീഴിലാണല്ലോ മറ്റോലൊക്കെ ഉള്ളത്. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ആ തന്റെ കീഴിലുള്ള രണ്ട് സൈഡിലും ഇടതും വലതും നിൽക്കുന്ന ആ ഒരു രൂപങ്ങളെ എങ്കിലും രക്ഷിക്കാൻ നിങ്ങൾ ദൈവത്തിനാകേണ്ടിയിരുന്നു. അതുണ്ടായില്ല. അങ്ങനെ നാട്ടിൽ ഭയങ്കര ചർച്ചയായി. അവസാനം ആളുകൾക്കിടയിൽ ചർച്ചയായപ്പോ ഒരാള് പറഞ്ഞു, ഇവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, യുവാക്കളെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ചത് അവിടെയാണ് ഒന്ന്. എന്തറിയോ? ഫത്തൻ എന്നൊരു വാക്ക് അവർ ഉപയോഗിച്ചു. ആര്? ഇബ്രാഹിം നബിയുടെ എതിരാളികള്. ഒരു യുവാവുണ്ട്, യുഖാലു ലഹു ഇബ്രാഹിം, അവനെ ഇബ്രാഹിം എന്നാ എല്ലാരും വിളിക്കല്. ആ ചെറുപ്പക്കാരൻ എപ്പോഴും നമ്മളുടെ ഈ ഒരു ആരാധ്യ വസ്തുക്കളെ കുറ്റം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി ജീവിച്ച സാഹചര്യം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം. ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരിക്കലോട് കോഴിക്കോട്ട് നിന്ന് ചോദിച്ചു, ഈ പണി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതൊക്കെ കുതന്ത്രത്തിന്റെ ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിക്കുന്നത് അത്തരം ഒരു രാജ്യത്തല്ല, ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഏത് മതക്കാരനും വിശ്വസിക്കാനും ആചരിക്കാനും ആരാധിക്കാനും സ്വാതന്ത്ര്യമുള്ള, ഏത് മതം സ്വീകരിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ്. അപ്പൊ ചോദിക്കും, ഇബ്രാഹിം നബിന്റെ മാതൃക നമുക്ക് സ്വീകരിച്ചൂടെ? ഇബ്രാഹിം നബിയുടെ മാതൃക സ്വീകരിക്കണം, അല്ലാത്തതൊക്കെ സ്വീകരിച്ചിട്ട് ഇബ്രാഹിം നബിയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാം. അവിടെ നമ്മൾ വളരെയേറെ ശ്രമിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന അവസാന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ പ്രവാചകൻ. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്യ മതസ്ഥരുടെ ദൈവങ്ങളെ കുറ്റപ്പെടുത്തുകയോ ശകാരിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പൊ ശകാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ ആക്രമിക്കാൻ പാടില്ല. അതാണ് നിൽക്കട്ടെ, വിഷയം അതല്ല. ഏതായാലും ഇത് ചർച്ചയായി. ഇബ്രാഹിം നബിയുടെ വിഷയം നമ്രൂദിന്റെ കൊട്ടാരത്തിലെത്തി. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് ഞാൻ ചുരുക്കി പറയാം. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അന്നാ താഹുല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത് ഖാല അന ഉഹ്യീ വഉമീത്. കണ്ടോ? ഇത് ഇബ്രാഹിം നബിയും നമ്രൂദും തമ്മിൽ നടന്ന ഒരു സംവാദമാണ്. ഇബ്രാഹിം നബിന്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് സംവാദങ്ങളൊക്കെ. ആ ഇബ്രാഹിം നബിയും അതേപ്രകാരം അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി, ഇബ്രാഹിം നബിയോട് അദ്ദേഹത്തിന്റെ റബ്ബിന്റെ കാര്യത്തിൽ വാഗ്വാദം നടത്തിയ, വാദപ്രതിവാദം നടത്തിയവനെ കുറിച്ച് നിനക്കറിയുമോ എന്ന ഖുർആന്റെ ചോദ്യം. അനാതാഹുല്ലാഹുൽ മുൽക, അദ്ദേഹത്തിന് അള്ളാഹു മുൽക്കിയത്ത് നൽകി, രാജാധിപത്യം നൽകി, രാജാവിന്റെ സ്ഥാനം നൽകി. ഇത് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യീ വയുമീത്. അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബിനെ കുറിച്ചുള്ള ഒരു സംസാരം നടക്കുകയാണ്. എന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബി അങ്ങോട്ടും പറയുന്നുണ്ട്. നമ്രൂദ് പറഞ്ഞു, ഞാൻ എന്നല്ല ഇവിടുത്തെ റബ്ബ് എന്ന് നമ്രൂദും പറഞ്ഞ്. അങ്ങനെ ആ സന്ദർഭത്തില് ഈ രാജാവ് പറയുന്നുണ്ട്, ഞാനിവിടെ ജീവിതം മരണം കൊടുക്കുന്നുണ്ടല്ലോ. പണ്ട് ഫിറോൻ പറഞ്ഞ മാതിരി തന്നെ ജീവിതം മരണമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ? അതെന്താ? കുറെ ആൾക്കാർ ഇഷ്ടമില്ലാത്തവരെ പിടിച്ച് കൊല്ലുക, കുറെ ആൾക്കാരെ പിടിച്ചിട്ട് പറഞ്ഞു പോയിക്കോ, എനിക്ക് ഫ്രീ ആണ്, അങ്ങനെ പറഞ്ഞേക്കും. എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ജീവിതം മരണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞൊരു വർത്താനുണ്ട്. ഖാല ഇബ്രാഹിം,
ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു തരാം, നീ ജീവിതം മരണമൊക്കെ കൊടുക്കുന്നവനാണ്, കുറെ ആൾക്കാർ നിന്നെ റബ്ബായി സ്വീകരിക്കുന്നുണ്ട്, എങ്കിൽ എന്റെ റബ്ബ് സൂര്യനെ കൊണ്ടുവരുന്നത് മിനൽ മശിരിക്കി, അത് കിഴക്കു നിന്നാണ്. മിനൽ മഗ്രിബി, നാളെ നേരം വെളുക്കും എന്ത് ചെയ്യണം, നീ സൂര്യൻ എന്ന് പടിഞ്ഞാറ് നിങ്ങോട്ട് കൊണ്ടുവരും. മഗ്രിബ് എന്നാൽ അതാണല്ലോ, മഗ്രിബിന് സൂര്യൻ അസ്തമിക്കുമ്പോഴാണല്ലോ, പടിഞ്ഞാറ് അസ്തമിക്കുമ്പോഴാണ് നമ്മൾ മഗ്രിബ് സ്കരിക്കണത്, അല്ലേ? അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു മിനൽ മഗ്രിബ്, എന്നാ ആയിക്കോട്ടെ, ജീവിതം മരണം കയ്യിൽ കൊടുക്കുന്നുണ്ട്, നാളെ എന്ത് ചെയ്യണം, കിഴക്ക് നിന്ന് ഉദിച്ച സൂര്യനെ പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട്, നാളെ ആ പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യനെ അത് കിഴക്കേക്ക് പറഞ്ഞേക്കണ്ട, പടിഞ്ഞാറ് തന്നെ നിങ്ങോട്ട് ഉദിപ്പിച്ചുകൊണ്ട. എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഫബുഹിതല്ലദീ കഫറ, ആ അവിശ്വാസിയുടെ നാവ് മുട്ടിപ്പോയി. ഫബുഹിതല്ലദീ കഫറ, ഓൻ ഉത്തരം മുട്ടിപ്പോയി. അതിന് മറുപടി പറയാൻ കഴിയൂലല്ലോ, നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൊണ്ടുവരണ്ടേ? ഫബുഹിതല്ലദീ, ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ ഫബുഹിതല്ലദീ കഫറ, അവന് ഉത്തരം മുട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ആൾക്കാരെ അള്ളാഹു ഒരിക്കലും ഹിദായത്തിലാക്കൂല. അപ്പോ ഇതാണ് നമ്രൂദും ഇബ്രാഹിം നബിയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം. ഇബ്രാഹിം നബി പറഞ്ഞു, വല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, ഞാൻ പഠിപ്പിക്കുന്ന റബ്ബ് അവൻ എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിയവനാണ്. സൃഷ്ടിച്ചാൽ മാത്രം പോരല്ലോ, ആ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിന് അതിൻ്റെതായ മാർഗദർശനം നൽകണം. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഏതൊരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിക്ക് അതിൻ്റെതായ മാർഗദർശനം നൽകണം. ഒരു മനുഷ്യ കുഞ്ഞിന് കൊടുക്കുന്ന ഹിദായത്ത് മാർഗദർശനമല്ല ഒരു പോത്തിന്റെ കുട്ടിക്ക് കൊടുക്കേണ്ടി ആണോ? ഒരു നീർക്കോലിന്റെ കുട്ടിക്ക് കൊടുക്കേണ്ട മാർഗദർശനമല്ല ഒരു താറാവിന്റെ കുട്ടിക്ക് കൊടുക്കേണ്ടേ. ഓരോന്നിനെയും സൃഷ്ടിച്ച സൃഷ്ടിപ്പിൻ്റെതായ മാർഗദർശനം നൽകുന്നവൻ ആരോ അവനാകുന്നു എന്റെ റബ്ബ്. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ, അവനാകുന്നു എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നവൻ, ദാഹിക്കുമ്പോൾ എന്നെ കുടിപ്പിക്കുന്നവൻ അവനാണ്. വഇദാ മരിദ്തു, എനിക്ക് രോഗമായാൽ ഫഹുവ യശ്ഫീൻ, അവനാകുന്നു എന്നെ ശിഫയാക്കുന്നവൻ. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, മരണാനന്തരം എന്നെ ജീവിപ്പിക്കുന്നവനും അവനാണ്. ഇതൊക്കെ നമ്രൂദിനോട് ഇബ്രാഹിം നബി പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ പാടങ്ങട്ട് കേട്ടപ്പോ നമ്രൂദിനാകപ്പാടങ്ങട്ട് ഇളകിയിട്ട് അവസാനം എന്തുണ്ട് വെച്ചാൽ ആൾക്കാരുടെ മുമ്പിൽ മാനം കെടുകയാണുള്ളത്. കാരണം ന്യായം കൊണ്ട് ഹക്ക് കൊണ്ട് മുട്ടുകുത്തിക്കാൻ ഇബ്രാഹിമിന് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട നമ്രൂദ് പിന്നൊരു പണിയെടുത്തത് എന്താന്ന് ചോദിച്ചാല് ആൾക്കാരൊക്കെ പാടെ കൂട്ടിയിട്ട് പറഞ്ഞു, ഖാലുബ്നു ലഹു ബുനിയാന, ഇവനെ ഇനി നമുക്ക് ഈ നാട്ടിൽ പോർപ്പിച്ചൂടാ. അത് ഭയങ്കര വിഷയമാണ്. ഒരു പക്ഷെ നമ്മുടെ രാജാധിപത്യം വരെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ജ്യോത്സ്യന്മാര് ഇബ്രാഹിം നബീബിന് അന്നത്തെ കാലത്തെ രാജാവിനെ കൊടുത്തൊരു മൊഴിയുണ്ട്. അതെന്താ? ഈ നാട്ടിൽ ഒരു ആൺകുട്ടി വളരും, ആ ആൺകുട്ടി വളർന്നു വന്നാൽ താങ്കളുടെ രാജാധിപത്യത്തിന് അത് എതിരാകും എന്ന് പറഞ്ഞ ആ ജ്യോത്സ്യന്റെ പ്രവചനം ഇവിടെ പുലരുക. ഇബ്രാഹിം നബി കൊട്ടാരത്തിലെത്തി ദാവത്ത് തുടങ്ങി. അവസാനം ഇബ്രാഹിം നബിയുടെ ന്യായവാദങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട നമ്രൂദ് പിന്നീട് എന്താ ചെയ്യലെന്ന് വെച്ചാൽ വാദപ്രതിവാദത്തിലൊക്കെ ചീട്ട് കൊട്ടാരം തകർന്നടിയാന്ന് കണ്ടാൽ, പണ്ട് കാലത്ത് നമ്മൾ കൊട്ടപ്പുറ സംവാദത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ചില ആക്ഷനുകൾ കാണിക്കും, അപ്പങ്ങൾ കൂക്കണം. അതാ താടിമങ്ങനെ പിടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കല്ലെടുക്കണം. ഞാൻ തലപ്പാവുകളോട് ഉയിഞ്ഞുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? കൂക്കി വിളിക്കണം. നമ്രൂദും ജാതി അടവൊക്കെ പയറ്റി ആൾക്കാരോട് പറഞ്ഞു, ഖാലുബ്നു ലഹു ബുനിയാന, നമുക്ക് ഇവന് നല്ലൊരു ചൂളുണ്ടാക്കണം. സാധാരണ ചൂളുണ്ടാക്കാൻ എന്തിനറിയോ? കട്ട പഴിപ്പിക്കാൻ. ഇന്നത്തെ കാലത്തുള്ള തലമുറക്ക് ഒരു പക്ഷെ അത് അറിഞ്ഞോളണമെന്നില്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ വെട്ടിക്കല്ലിന് പകരം കട്ട മണ്ണുകൊണ്ട് കട്ട കുഴച്ചുണ്ടാക്കിയിട്ട് അത് ചൂടൊക്കെ വെച്ച് പഴിപ്പിക്കും. നല്ല ചുവന്ന മണ്ണിന്റെ കട്ടയാക്കി മാറ്റും. അങ്ങനെയുള്ളൊരു ചൂള.
ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഫാൽഖൂഹു ഫിൽ ജഹീം. അങ്ങനെ അവർ മീറ്റിംഗ് കൂടി. എന്തുണ്ടായെന്ന് വെച്ചാൽ എല്ലാവരോടും അതിലേക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ ചരിത്രം ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ഫണ്ട് ശേഖരണം കഴിഞ്ഞ് ഇഷ്ടം പോലെ ലോഡ് കണക്കിന് വിറകും അതേ പ്രകാരമുള്ള കത്തിക്കാനുള്ള സാമഗ്രികളും എത്തി. അങ്ങനെ ചൂടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്രൂദ് പറഞ്ഞു, ഖാലു ഹർരിഖൂഹു, നിങ്ങൾ അവനെന്ത് ചെയ്യണം? ചുട്ടുകരിക്കണം. ആരെ? ഇബ്രാഹിം. ഇനി ഒരു എല്ലിന്റെ പൊടി പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഖാലു ഹർരിഖൂഹു, നിങ്ങൾ അവനെ ചുട്ടരിക്കണം. വൻസുറു ആലിഹത്തക്കും ഇൻ കുൻതും ഫായിലീൻ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇലാഹുകളെ, അവിടെ ഉപയോഗിച്ച വാക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഖുർആനാണ് പറയണത്, വൻസുറു ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ സഹായിക്കണം എന്നാ. ഇബ്രാഹിമിനെതിരെ നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ഖാലു ഹർരിഖൂഹു, അവനെ ചുട്ടുകരിക്കൽ മാത്രമേ മാർഗുള്ളൂ. ഇൻ കുൻതും ഫായിലീൻ, എന്തെങ്കിലും ഒരു അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ ഇനി അതുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബിയെ ഒരു ഡേറ്റ് ഒക്കെ നിശ്ചയിച്ച് വലിയ ആഘോഷമാണ് നാട്ടില്. എന്താ കാരണം എന്തറിയോ? ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മുവഹിദിനെ, ഒരു തൗഹീദുള്ളവനെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും ഉള്ളത്. ഇബ്രാഹിം നബിന്റെ വാപ്പ വരെ അതിന് സപ്പോർട്ടാ. കാര്യങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾക്ക് ഉണ്ടായതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. ഒരാളും ഇല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. അതിന്റെ മകനാണെന്ന് പറയാൻ ആസറിന് പോലും തോന്നിയിട്ടില്ല. അങ്ങനെ ഇബ്രാഹിം നബിയെ കൊണ്ടുവന്ന എല്ലാവരും, ആളുകളൊക്കെ ഭയങ്കര മ്യൂസിക്കും പാട്ടും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ വലിയ ആഹ്ലാദത്തിൽ നിൽക്കുകയാണ് അല്ലേ. ആ സമയത്ത് ഇബ്രാഹിം നബിയെ അവര് പിടിച്ച് ആ തീയിലേക്കിട്ടു. അതൊക്കെ ഇപ്പൊ എങ്ങനെ സംഭവിക്കുക? ഇബ്രാഹിം നബിനെ ഖുർആനാ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് ഖുർആൻ പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് ആ തീയിനെ തണുപ്പായിക്കോട്ടെ, ഇബ്രാഹിം അവരുദ്ദേശിച്ച അവരുടെ കൈതുണ്ടല്ലോ, അവരുടെ തന്ത്രം കുതന്ത്രം, അതിനെ അള്ളാഹു പരാജയപ്പെടുത്തി. ഇതിപ്പോ കരിഞ്ഞു മണക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് മഹാനായ ഇബ്രാഹിം നബി വളരെ കൂളായിട്ട് AC റൂമൊന്നും എഴുന്നേറ്റ് വരുന്ന മാതിരി ഇങ്ങനെ എഴുന്നേറ്റ് വരിക. അള്ളാഹ് പറഞ്ഞ ഇബ്രാഹിം, തീയ ഇബ്രാഹിമിന്റെ മേൽ സലാമാകണം, ബർദാവണം. ബർദ് എന്ന് പറഞ്ഞാൽ കൂളാണ്. നോക്കൂ നിങ്ങൾ, തീ എന്ന പ്രതിഭാസത്തെ ഇബ്രാഹിം നബിയുടെ മേൽ തണുപ്പാക്കി മാറ്റിയ ആ റബ്ബിനെയാണ് സഹോദരങ്ങളെ നമ്മളോട് ആരാധിക്കാൻ വേണ്ടി പറഞ്ഞത്. അറിയോ? ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ആ ഇബ്രാഹിം നബിയെ സൃഷ്ടിച്ച റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ആ നമ്രൂദിന്റെയും അതുപോലെയുള്ള ആളുകളുടെയും കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തിയ ഒരു റബ്ബുണ്ട്. ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ഇതൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് കേട്ടോ. അള്ളാഹ് പഠിപ്പിക്കുന്നത് പോലെ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരാൾക്കും നമ്മളവിടുന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ ഇബ്രാഹിം നബി. കണ്ടോ? ഇതൊന്നുമില്ലാതെ ആ കൂട്ടത്തിൽ നിന്ന് ഇബ്രാഹിം ആയിക്കോട്ടെ ലോകത്തിന്റെ നേതാവ് എന്ന് അള്ളാഹ് തീരുമാനിച്ചതല്ല. ഇഷ്ടം പോലെ പരീക്ഷണങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്ത് അതിലൊക്കെ വിജയിച്ചിട്ട് ആ സമയത്ത് പറയാണ്, ഇബ്രാഹിമെ നീ എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നി ജായിലുക്കലിന്നാസി ഇമാമ, നിന്നെ ഞാൻ ജനങ്ങൾക്ക് നേതാവാക്കുകയാണ്. ഒരിക്കൽ അള്ളാഹ് പറഞ്ഞു, ഇത് ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറഞ്ഞു, ഇബ്രാഹിമെ അസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിം ആയിക്കോ, അസ്ലിം, നീ കീഴൊതുങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാട്ടോ, വൈകുന്നേരം 4 എത്തിയാ പോരെ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അയക്കിയ പോരെ അല്ലേ? ഞാനേ അതിനെപ്പറ്റി ഒന്നും ഇങ്ങോട്ട് പഠിക്കട്ടെ, എനിക്ക് ഒരാളോട് ചോദിക്കാണ്ട്. ഒന്നുമല്ല, ഇബ്രാഹിം നബിയോട് അള്ളാഹ് പറയണ അസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിം ആവും ഇബ്രാഹിമെ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിന് ഞാനിതാ കീഴൊതുങ്ങിയിട്ടുണ്ട് റബ്ബേ, കീഴൊതുങ്ങിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ആ ഫുള്ള് A+ ഉള്ള ആ സർട്ടിഫിക്കറ്റ് ഇബ്രാഹിമിന് വെച്ച് നീട്ടുന്നത്. എന്താ? ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ,
അന്ന് ഞാൻ ജനങ്ങൾക്ക് എല്ലാവർക്കും നേതാവാക്കിയിട്ടുണ്ട്. അന്ന് മുതൽ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് മുഴുവനും നേതാവാണ് ഇബ്രാഹിം നബി. വെറുതെ ഒന്നല്ല ഇബ്രാഹിം നബിന്റെ പേര് നമ്മളെ കൊണ്ട് ഇങ്ങനെ നിസ്കാരത്തിൽ പറയിപ്പിക്കണേ. നല്ലോണം അനുഭവിച്ചാണ്. ആ അനുഭവിച്ചതൊക്കെ ഇബ്രാഹിം നബി വിജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇബ്രാഹിമുമാരായി വിശ്വാസം നന്നാക്കി, കർമ്മങ്ങളെ നന്നാക്കി, ആദർശം നന്നാക്കി ആ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ ഫോളോ ചെയ്യാനാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അവരിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത് ഇബ്രാഹിം നബിക്ക് ജീവിതത്തിലുണ്ടായ പരീക്ഷണങ്ങളാണ്. നമുക്കറിയാം രണ്ടാമത്തെ ഒരു പരീക്ഷണം എന്ന് പറയുന്നത് ഇബ്രാഹിം നബിക്ക് ഒരുപാട് കാലം കുട്ടികളില്ല, വയസ്സായി. ഇങ്ങനൊരു കുട്ടി ഉണ്ടാകുന്ന പ്രതീക്ഷയില്ല. ആ ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും അള്ളാഹു രണ്ട് സന്താനങ്ങളെ നൽകുന്നത്. അതിലൊരു സന്താനത്തെ ഇസ്മായിലിനെ പിടിച്ച് അറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എന്നൊരു കൽപ്പന ഉണ്ട്. നമ്മൾ സാധാരണ ഉലൂഹിയത്തൊക്കെ അറുക്കലുണ്ട്. ഒരു ബലി അറുക്കണം തന്റെ മകനെ എന്നുള്ള കൽപ്പന ഇബ്രാഹിം നബി കിട്ടിയത്. നമുക്കറിയാം ബലിയെ സംബന്ധിച്ച് ഖുർആനിൽ രണ്ട് സ്ഥലത്താ പറയുന്നത്. ഒന്ന്, ബനു ഇസ്രായേൽ സമൂഹത്തോട് അള്ളാഹു ഒരു മാടിനെ ബലിയർക്കാൻ, ബക്കറത്ത ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറഞ്ഞു. ആ പേരിലാണ് സൂറത്തുൽ ബക്കറ അറിയപ്പെടുന്നത്. അപ്പോ ബനു ഇസ്രായേൽ സമൂഹത്തെ പ്രത്യേകത ഉണ്ട്. എന്തുണ്ട് കാര്യങ്ങൾ എത്രത്തോളം നിയമത്ത് കിട്ടിയിട്ടോ അത്രത്തോളം നിയമത്തിനും നന്ദികേട് കാണിച്ച വിഭാഗമാണ് ബനു ഇസ്രായേൽ സമൂഹം. അപ്പൊ അള്ളാന്റെ ഒരു കൽപ്പന വന്നു, ഒരു പശുവിനെ പിടിച്ചുകൊണ്ട് അർത്ഥാണി. അതൊരു ഒരു ബലികർമ്മമാണ്, ഒരു ആരാധനയാണത്. ആ ബലികർമ്മം മറക്കാതെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നൊടിന്യായങ്ങൾ പറഞ്ഞു. ആര്? ബനു ഇസ്രായേൽ സമൂഹം. അങ്ങനെ ഉണ്ടല്ലോ, കുറെ ആൾക്കാർക്ക് ന്യായങ്ങൾ മാത്രം നേർന്ന കുറെ ആൾക്കാരുണ്ടാവും. ആ സമൂഹത്തിലോടാണ് ഇബ്രാഹിനെ അള്ളാഹ് പറഞ്ഞത് ഒരു പശുവിനെ അർത്ഥാളി. ആ പശുവിനെ അറുക്കാതെ കഴിച്ചിലാവൂലെന്ന് അവർക്ക് തോന്നിയപ്പോ അവർ ചോദിച്ചു, എങ്ങനത്തെ പശുവാണ്, അതിന്റെ കളർ എന്താണ്, നിലം മുഴുതാൻ കൊണ്ടതിനെ പറ്റുമോ, അതോ പറ്റൂല, എങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് പ്രവാചകൻ അങ്ങോട്ട് പ്രയാസപ്പെടുത്തി. അള്ളാഹ് വിട്ടില്ല. ഓരോന്ന് ചോദിക്കുന്നതോടും ആ ചോദ്യങ്ങളെ മുഴുവനും അവർക്ക് പ്രയാസകരമായ രീതിയിലുള്ള മറുപടി അള്ളാഹ് കൊടുത്ത്. ചുരുക്കി പറഞ്ഞാൽ അവര് അറുക്കാൻ നിർബന്ധിതരായി. ഒരു ബലി അതാണ്. രണ്ടാമത്തത് നമുക്കറിയാം, ഇബ്രാഹിം നബിയോട് ആ പ്രായം അങ്ങെത്തിയ സന്ദർഭത്തിൽ തനിക്കുണ്ടായ കുഞ്ഞിനെ ബലിയർക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്ന പ്രായമെത്തിയപ്പോഴാണ് ഇസ്മായിൽ നബിയെ ബലിയർക്കണം എന്ന് പറഞ്ഞത്. സംഗതി പടച്ചോനെ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിക്കണ്. അതുകൊണ്ട് ഇത് മാത്രം എന്നോട് പറയുന്നത്. കാരണം എന്താ അറിയോ, എനിക്ക് എല്ലാ പ്രതീക്ഷ അസ്തമിച്ച സന്ദർഭത്തിലാണ് ഒരു കൂട്ടിന് തന്നത്. അതുകൊണ്ട് അത് ചെന്ന് മാറ്റിക്കൊണ്ട എന്ന് ഇബ്രാഹിം നബി പറയാൻ പോയില്ല. അള്ളാന്റെ കൽപ്പന വഹിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ വിളിച്ചു. ഇസ്മായിൽ നബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻളുർ മാദാ തറ. മോനെ, അന്നെ ബലി അറക്കണമെന്ന് സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ എന്റെ അഭിപ്രായം? ആ മകൻ പറഞ്ഞു, ഇഫ്അൽ മാ തുമർ, റബ്ബ് എന്താണോ അങ്ങോട്ട് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളി. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. പടച്ചോന്റെ വേണ്ടുക ഉണ്ടായിട്ട് ഞാൻ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വാപ്പാക്ക് എന്നെ കാണാൻ പറ്റും. അല്ലേ? ഇബ്രാഹിം നബി വളർത്തിയെടുത്തൊരു കുട്ടിന്റെ കോലാണ്. അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നടത്തിക്കോളി. ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബി പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി തല്ലഹൂലിൽ ജബീൻ, അവിടെ കിടത്തി അറക്കാൻ വേണ്ടി കത്തിയൊക്കെ മൂർച്ച കൂട്ടി. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും ഇബ്രാഹിം നബിക്കുണ്ട്. പക്ഷെ എന്നിട്ടും അള്ളാന്റെ കൽപ്പനയാണല്ലോ, വേറെ നിർവാഹമല്ലല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയി. ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്, ആ കുട്ടി സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നാ, എന്റെ വസ്ത്രങ്ങള് കൊണ്ടുപോയിട്ട് ഉമ്മാക്ക് കൊടുക്കരുത്, കാരണം ഉമ്മാക്ക് ഇത് കാണുമ്പോ ഒക്കെ അസ്തറുകളാണ്, ചരിത്രങ്ങളാണ്, പ്രമാണബദ്ധമായ തെളിവുകളൊന്നുമില്ല.
എന്നാൽ ഈ ചരിത്രം പഠിപ്പിക്കുന്ന ചില അസറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡ്രസ്സ് നിങ്ങൾ ഉമ്മാനെ കൊണ്ട് കാണിക്കരുത്, മാത്രമല്ല നിങ്ങളുടെ മേത്തേക്ക് രക്തമായാലും രക്തം നിങ്ങൾ കഴുകിയിട്ടേ പോകാവൂ, കാരണം എന്താ പറയുക, ഉമ്മാക്ക് വിഷമം ഉണ്ടാക്കരുത് എന്നാ കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന്. ഒക്കെ പോട്ടെ, അത് നമുക്ക് ഹദീസുകളോ അല്ലെങ്കിൽ വേറെ തെളിവുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിടാൻ പറ്റും അല്ലേ. അങ്ങനെ ചെരിച്ച് കിടത്തി കത്തി കഴുത്തിലാണ്ട് വെക്കുക, മിനിസറുള്ള കത്തി, വെട്ടി തിളങ്ങണ കത്തി അല്ലേ. ആ സമയത്ത് അള്ളാന്റെ ഓർഡർ വന്നു, എന്ത്, ഇബ്രാഹിമേ നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ വിട്ടള എന്ന് പറയുകയും തൊട്ടടുത്ത് ഒരു ആടിനെ അള്ളാഹ് കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ആ ആടിനെ ബലിയർക്കുകയും ചെയ്തു. ആ ഒരു ചരിത്ര സ്മരണകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വിശ്വാസികളായ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ ബലിയർക്കണം കേട്ടോ. ഇബ്രാഹിം നബിക്ക് അള്ളാഹ് ഒന്നിനെ കൊടുത്തു, ഒന്നിനെ അറക്കാൻ പാടുള്ളൂ. നമ്മളോട് പറഞ്ഞ് 7 ഒന്നില് 7 ആക്കിവരെ കൂടാ, ഒരു ഇളവും തന്നു. എന്നിട്ട് അതിനോട് ഒരു നല്ല സമീപനം സ്വീകരിച്ച ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ എത്ര ഉണ്ട്? നിങ്ങളാണ് ആലോചിക്കേണ്ടത്, എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു എണ്ണത്തിനെ അറക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പിന്നെ ഇപ്പൊ എല്ലാവർക്കും കടങ്ങളുണ്ടാവും, കടങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. ആ കടം ഒരു കൊല്ലം കൊണ്ട് വീട്ടാൻ പറ്റിയ കടാണെങ്കിൽ അയാളും ഷെയർ കൂടണം എന്നൊക്കെയാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായങ്ങള്. അതുകൊണ്ട് ആ വിഷയം എല്ലാവരും ഒന്ന് കാര്യഗൗരവത്തോടു കൂടി എടുക്കുക. അപ്പൊ ഉലൂഹിയത്ത് നടക്കണം. ഇത് അള്ളാന്റെ ഒരു കൽപ്പനയാണ്. ഫസ്വല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിച്ചോ, ബലിയെറുത്തോ. ആ ബലി ഒരു ഇബാദത്താണ് സഹോദരങ്ങളെ. ആ ഒരു കാര്യവുമായി നമ്മളെല്ലാവരും സഹകരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, 25-ാം തീയതിയാണ് പണമേൽപ്പിക്കേണ്ട അവസാനത്തെ ദിവസം. 9,000 രൂപയാണ് ഒരു ഷെയർ. അങ്ങനെ കൂടിയിട്ട് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന നിർവഹിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോട് കൂടിയിട്ട് പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഈദ്ഗാഹിലേക്ക് പുറപ്പെടേണ്ടതുള്ളൂ. ആർക്കെങ്കിലും കഴിവുണ്ടായിട്ടും അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ഓൻ അന്ന് പുതിയ പൊടിയും കുപ്പായിട്ടിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ എൻ്റെ പള്ളിക്ക് മുസല്ലേക്ക് വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതുകൊണ്ട് ആ പേര് കൊടുക്കാനൊക്കെ വേഗം കൊടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബിയുടെ മാതൃകകളെ പിൻപറ്റുന്ന ഒരു യഥാർത്ഥ മുഅ്മിനായി മുവഹീദായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോയ ആളുകൾ, അതുപോലെ തന്നെ രോഗികളായ ആളുകൾ, എല്ലാവർക്കും അള്ളാഹു ഹാജിമാർക്ക് ഏറ്റവും നല്ല ഒരു ഹജ്ജ് നിർവഹിച്ച് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനുള്ള സൗകര്യം അള്ളാഹു ചെയ്തു കൊടുക്കുമാറാകട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجر والدينا من النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.